എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സിനിയ, ഹയാത്ത് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ആചരിക്കുന്നു. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിന് വരുന്ന നീർവീക്കമാണ്. എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു? പല കാരണങ്ങളാൽ ഈ അസുഖം വരുമെങ്കിലും വൈറസ് ബാധ മൂലമുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഒരു മൂലകാരണം. പ്രധാനമായും 5 സ്ട്രെയിൻസ് ആണ് ഹെപ്പറ്റൈറ്റിസിനുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ ആൻഡ് ഇ. ഇതിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗബാധ കണ്ടുപിടിക്കുകയും അതിനുവേണ്ട ചികിത്സ കണ്ടുപിടിക്കുകയും അതിൻ്റെ വാക്സിനേഷൻ കണ്ടുപിടിക്കുകയും ചെയ്ത ഡോക്ടർ ബറൂച്ച് ബ്ലംബർഗിൻ്റെ ജന്മദിനമാണ് നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ആചരിക്കുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് നമുക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഡി മലിനമായ ജലത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് മനുഷ്യരിലോട്ട് എത്തുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി രോഗങ്ങൾ പ്രധാനമായും രക്തത്തിലൂടെയും മനുഷ്യൻ്റെ സ്രവങ്ങളിലൂടെയും പങ്കാളികളിൽ നിന്നും അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ടുമാണ് എത്തുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചെറിയ തോതിലുള്ള പനി, ഓക്കാനം, ഭക്ഷണം കഴിക്കാനുള്ള രുചിയില്ലായ്മ, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം എന്നീ രോഗാവസ്ഥയായിട്ടാണ് രോഗി നമ്മുടെ അടുത്ത് എത്തുന്നത്. 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഡി. വളരെ വിരളമായി മാത്രമേ ഇതൊരു കോംപ്ലിക്കേഷനിലോട്ട്, അതായത് ഹെപ്പാറ്റിക് ഫെയിലിയർ, ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട ഒരവസ്ഥയിലോട്ട് പോകുന്നുള്ളൂ. ബാക്കി 99% പേർക്കും തന്നെ ഇത് തന്നെ മാറുന്ന ഒരവസ്ഥയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, സി രോഗങ്ങൾ ഒരു അക്യൂട്ട് സ്റ്റേജ്, അതായത് ഇപ്പോൾ പറഞ്ഞൊരു അവസ്ഥയിൽ നിന്ന് വിപരീതമായിട്ട് ഒരു ക്രോണിക് കാരിയർ സ്റ്റേജ് കാണാറുണ്ട്. അതായത് കുറേ കാലം ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം, എന്നിട്ട് പിന്നീട് ഒരു സിറോസിസോ അതല്ലെങ്കിൽ ഒരു ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമി ആയി മാറാം. അതാണ് ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി രോഗങ്ങളുടെ പ്രത്യേകത. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്, ഹെപ്പറ്റൈറ്റിസ് എ ഈ രോഗങ്ങൾക്ക് സപ്പോർട്ടീവ് കെയർ മാത്രമാണുള്ളത്. അതായത് രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ IV ഫ്ലൂയിഡ്സ് ആയിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലെസ് ദാൻ 1% രോഗികൾക്ക് ഇതൊരു ഹെപ്പാറ്റിക് ഫെയിലിയറിലോട്ട് പോകും. അങ്ങനെയുള്ള രോഗികൾക്ക് ഹെപ്പാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. ഹെപ്പറ്റൈറ്റിസ് ബി, സി രോഗങ്ങൾക്ക് പക്ഷേ ശരിയായ രീതിയിൽ കണ്ടെത്തി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മരുന്ന് ഗുളികകളായിട്ട് അവൈലബിൾ ആണ്. ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയിലോട്ടോ ഒന്നും പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി, സി രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊരു രോഗവും ട്രീറ്റ്മെൻറ്റിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അതെങ്ങനെ നമുക്ക് തടയാമെന്നത്. ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രിവെൻറ്റീവ് മെഷേഴ്സ്: ഹെപ്പറ്റൈറ്റിസ് എ, ഇ രോഗങ്ങൾ വരാതിരിക്കാൻ ശുചിയായ വെള്ളവും ശുചിയായ ഭക്ഷണവും കഴിക്കുക. ശുചിയായതെന്ന് ഉദ്ദേശിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം തന്നെ ഉപയോഗിക്കുക. ഹെപ്പറ്റൈറ്റിസ് എ, ബി രോഗങ്ങൾക്ക് ഫലപ്രദമായ വാക്സിൻസ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് 2 ഡോസ് വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് 3 ഡോസ് വാക്സിനുമാണുള്ളത്. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അവൈലബിൾ ആണ്. കുഞ്ഞ് ജനിച്ച് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മൾ നൽകുന്നു. പിന്നെ പെൻഡാവാക് വാക്സിനോടൊപ്പം 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14 ആഴ്ചയിലും കൊടുക്കുന്നു. വലിയവരിലാണെങ്കിൽ 3 ഡോസ് വാക്സിൻ, ആദ്യത്തെ 1 ഡോസ്, പിന്നെ 1 മാസത്തിന് ശേഷം, പിന്നെ 6 മാസത്തിന് ശേഷം. അങ്ങനെ തടയാവുന്നതും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയ ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. താങ്ക് യു.